ബോഡി പരിശോധിക്കുമ്പോഴാണ് ബോഡിയിൽ ഷാർപ്പ് വെപ്പൺ കൊണ്ടുള്ള വെട്ടിയിട്ടുള്ള മുറിവുകൾ കാണുന്നത്. പക്കാ കൊലപാതകം എന്നൊക്കെ അറിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ സ്ഥലത്തെത്തും. ഞാൻ വരുമ്പോൾ ആ കുട്ടിയെ കുളത്തിൻ്റെ വക്കിൽ നിന്ന് കരഞ്ഞിരുന്നു. കരച്ചിൽ കേട്ട് ഞാൻ നോക്കിയപ്പോൾ ആ കുളം നിറയും ബ്ലഡായിരുന്നു, ചുവന്ന കളറിലായിരുന്നു. ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞ അതും പറഞ്ഞ മാതിരി ഒരു കല പോലെയാണ് ഇൻട്രോഗേഷൻ. അപ്പോൾ ആളുകൾക്ക് മൂന്നാം മുറ ഉപയോഗിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ. 1ഉം 2ഉം മുറകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം കാര്യങ്ങളൊക്കെ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത്. അല്ല, സാധാരണ ഒരാൾ കള്ളം പറയുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ബോഡി ലാംഗ്വേജിലും മനസ്സിലാവും. അവൻ്റെ മുഖഭാവത്തിലും സംസാരത്തിലും നമ്മൾ 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടില്ല. സർ, വടക്കാഞ്ചേരിയിൽ 2016 ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ കുളക്കടവിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ക്രൂരമായൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നു. പ്രധാനമായിട്ടും കുളക്കടവിലെ കൊലപാതകം എന്ന പേരിലാണ് കുപ്രസിദ്ധി ആർജിച്ചത്. അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സാർ. അപ്പോൾ എന്താണ് ഈ കുളക്കടവിലെ കൊലപാതകം? 2014 2014 നവംബറിൽ. അന്ന് ഞാൻ DYSP സാറിൻ്റെ കുന്നോളം DYSP സാറിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പാർലിക്കാട് കോട്ടക്കുന്ന് കോളനി എന്ന് പറയും. കോട്ടക്കുന്ന് കോളനി ഒരു ഉൾപ്രദേശമാണ്. ഒരു കോളനിയിൽ ഒരു ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലമാണ്. അവിടേക്ക് വാഹന സൗകര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്ത് വരെയേ ഉള്ളൂ. കോളനി ഭാഗത്തേക്ക് വാഹന സൗകര്യങ്ങളില്ല. നടന്നു പോകണം. വാഹന സൗകര്യങ്ങൾ മീൻസ് ഈ ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റൂട്ടാണ്, ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ കോട്ടക്കുന്ന് കോളനിയിലെ ഗിരിജ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, 34 വയസ്സാണ് പ്രായം തോന്നുന്നു. അവർ വീടിനടുത്തുള്ള റോഡിനോട് ചേർന്ന കനാലിനോട് ചേർന്നിട്ട്, കനാൽ ബണ്ടാണ് റോഡ്, അതിനോട് ചേർന്ന അടുത്തുള്ള ഒരു കുളത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. കഴുത്തിനും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ദാരുണമായി കൊല്ലപ്പെട്ട് കിടക്കുന്നു, വെള്ളത്തിൽ വന്നു. അപ്പോൾ ആ സ്ത്രീ അവിടേക്ക് കുളിക്കാൻ വന്നതാണ്, അലക്കാനും കുളിക്കാനുമായിട്ട് വന്നതാണ് ആ കുളത്തിലേക്ക്. ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്, അധികം ജനങ്ങൾ നടക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ അധികം ജനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഈ കോട്ടക്കുന്ന് ഭാഗങ്ങളൊക്കെ. കോളനിയിലുള്ള ആളുകളൊക്കെ വൈകുന്നേരം കാലത്തെണീറ്റ് ജോലിക്ക് പോകുന്നു. പിന്നെ ആ ഭാഗത്തൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കുളത്തിൽ ഈ സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുന്ന നാട്ടുകാർ കാണുന്നു. ആ കുളത്തിൻ്റെ കരയിൽ അവരുടെ മകൾ, പെൺകുട്ടിയാണ് തോന്നുന്നു, അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സീനിലാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസുകാർ വരുന്നു. പോലീസുകാർ വന്ന് അന്വേഷിക്കുമ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കല്ലേ, മുറിവുകളൊക്കെ ഉണ്ട്, ഈ കുട്ടി കരയുന്നുണ്ട്, ഈ കുട്ടിക്ക് മിണ്ടാനും പറ്റില്ല, ചെവിയും കേൾക്കില്ല, ഡെഫ് ആൻഡ് ഡംബാണ്. അങ്ങനെയാണ് കുട്ടി, സംസാരിക്കില്ല, കേൾക്കില്ല. ഈ സ്ത്രീ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാം വന്ന് പറഞ്ഞു പോലീസിനോട്, ആദ്യം ഒരു അപസ്മാര രോഗിയാണ് ഈ സ്ത്രീ, അപസ്മാര രോഗിയാണ്, എപ്പോഴേക്ക് കുളത്തിൽ വീണിട്ടുണ്ടാവും, അങ്ങനെ തലയടിച്ച് അല്ലെങ്കിൽ ശരീരം അടിച്ചിട്ട് കല്ലിൽ കൊണ്ടിട്ട് മുറിവേറ്റതാകും, അങ്ങനെ മരണപ്പെട്ടായിരിക്കുന്നു ജനങ്ങളിൽ ചിലർ പറഞ്ഞു. പോലീസും ആദ്യം ചെന്ന പോലീസ് അതിലേക്ക് ആ ലെവലിലൊരു അന്വേഷണം നീങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ബോഡി എടുത്ത് ഇൻക്വസ്റ്റിന് തയ്യാറായി. ഓരോ നാട്ടുകാരെ വിളിച്ച് കേസൊക്കെ പരാതിയൊക്കെ എഴുതി മേടിച്ച് ഇൻക്വസ്റ്റിന് തയ്യാറായ സമയത്ത് ബോഡി പരിശോധിക്കുമ്പോഴാണ് ബോഡിയിൽ ഷാർപ്പ് വെപ്പൺ കൊണ്ടുള്ള വെട്ടിയിട്ടുള്ള മുറിവുകൾ കാണുന്നത്. വയറിൻ്റെ ഈ ഭാഗത്ത്, കഴുത്തിൽ, അങ്ങനെ പല ഭാഗത്തായിട്ട് ഷാർപ്പ് വെപ്പൺ കൊണ്ടിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള വലിയ മുറിവുകൾ കാണുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ CSR വിളിച്ചു. CSR വന്നു. പിന്നെ CSR ഇൻക്വസ്റ്റ് നടത്തുന്നത്. ഇൻക്വസ്റ്റ് നടത്തി വിശദമായി പരിശോധന നടത്തിയപ്പോൾ കൊലപാതകമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൊലപാതകമാണ്, ഷാർപ്പ് വെപ്പൺ കൊണ്ട് വെട്ടിയിട്ടുള്ള മുറിവിലുള്ള പരിക്കിൻ്റെ കാഠിന്യത്തിലാണ് മരണപ്പെട്ടെന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടു. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു, ആരാണ് കൃത്യം ചെയ്തത്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ ആളുകളെയും ചോദിച്ചു. അപ്പോൾ നാട്ടുകാരുടെ സംസാരത്തിൽ കുറേ ഈ സ്ത്രീ ഉള്ള ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ജനങ്ങൾ പറയുന്നു. അത് പ്രകാരമുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ എല്ലാവരും വിളിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. യാതൊരു മാർഗ്ഗമില്ല. ഉടനടി വിവരം അറിഞ്ഞ് DYSP സാർ ഞങ്ങളെ സ്ക്വാഡുകാരെ വിളിച്ച് പറഞ്ഞു, ഷഫേ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് വടക്കാഞ്ചേരി, എത്രയും പെട്ടെന്ന് അവിടെ പോകണം, ആരാണെന്നറിയില്ല, ചെയ്താരെന്നറിയില്ല, ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ സ്ക്വാഡുകാർ പതിവ് പോലെ ഞാനും എല്ലാവരും കൂടി വന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത്? അപ്പം തന്നെ പിറ്റേ ദിവസം ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിവരം കിട്ടി. അപ്പോൾ തന്നെ പറയും, കൊലപാതകങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ മറ്റ് വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ പക്കാ കൊലപാതകം എന്നൊക്കെ അറിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ സ്ഥലത്തെത്തും. അല്ലെങ്കിൽ ഇപ്പോൾ DYSP അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കൊലപാതകം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ DYSP സാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പോകും. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉള്ള നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ സ്ക്വാഡുകാർ ചെയ്യാറ്. നമ്മുടെ ലിമിറ്റിൽ നമ്മുടെ അന്വേഷണ ഭാഗത്ത് വരുന്ന ജില്ലയിൽ, ഇനിയിപ്പോൾ ജില്ലയിൽ നിന്നല്ല,
സ്റ്റേറ്റിൽ എവിടെ ഒരു ഭാഗത്ത് അത്തരം വലിയ കേസുകളൊക്കെ ഉണ്ടാവും, വലിയ വലിയ കേസുകളൊക്കെ നമ്മൾ റിപ്പോർട്ടാക്കുമ്പോൾ നമ്മൾ വലിയ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത വണ്ടി കൊണ്ട് നമ്മൾ പോകും, ആ കേസ് സ്ഥലത്തേക്ക് പോകും. സ്ക്വാഡ് കേസ് വരെ പോകും. വയനാടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും അങ്ങനെ പോയിട്ടുണ്ട്. ആ കേസ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു കേസിൻ്റെ സ്വഭാവത്തിന് സാമ്യമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കേസായിരിക്കും അവിടെ റിപ്പോർട്ടാകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പോകും. അങ്ങനെ പോകും. എല്ലാ കേസുകളും റിപ്പോർട്ടാകുമ്പോൾ അവിടെ പോകും നമ്മൾ. ഇതേമാതിരിക്കും മർഡർ കേസുകൾ റിപ്പോർട്ടാകുമ്പോൾ. പൊളിറ്റിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ തന്നെ റിപ്പോർട്ടാകുന്ന മർഡറുകളുണ്ടല്ലോ, പ്രതി ആരെന്നറിയാത്ത മർഡർ കേസുകൾ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ എത്തിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങി. യാതൊരു ഇതുമില്ല. ആ നാട്ടിലുള്ള ഒരുവിധം പുരുഷന്മാരെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തു, അന്വേഷണം നടത്തി. ഓരോ ദിവസവും അവർ പറയുന്ന മൊഴികൾ വെരിഫൈ ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ 2-3 വിധത്തിലാണ്. മറ്റേ 1-ാം മുറ, 2-ാം മുറ. അപ്പോൾ ആളുകൾക്ക് 3-ാം മുറ ഉപയോഗിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ. 1ഉം 2ഉം മുറകളുണ്ട്. അപ്പോൾ എല്ലാവരും പറയും 3-ാം മുറ 3-ാം മുറ ഉപയോഗിച്ചു. 1ഉം 2ഉം മുറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം മുറ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആ ആളുടെ മൊഴി രേഖപ്പെടുത്തുന്നതാണ്. വിശദമായ ഡീറ്റെയിൽഡ് മൊഴി രേഖപ്പെടുത്തുന്നത് 1-ാം മുറ. 2-ാം മുറ എന്ന് പറഞ്ഞാൽ ആ മൊഴി നമ്മൾ സെക്കൻഡ് പരിശോധിക്കും, വെരിഫൈ ചെയ്യും. മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയല്ലേ. 1ഉം 2ഉം മൊഴികളാണ്. ഇതിലുണ്ടാകുന്ന കോൺട്രഡിക്ഷൻ്റെയും കാര്യങ്ങളും വെച്ചിട്ടാണ് പിന്നീട് 3-ാം മുറയ്ക്ക് വേണോ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 3-ാം മുറ എന്ന് എല്ലാവരും പറയും. 1ഉം 2ഉം മുറകൾ ഇതാണ്. മൊഴിയെടുക്കുക, വിശദമായിട്ട് അതിനെ ആ മൊഴി പരിശോധിക്കുക. ഇതാണ് ഏറ്റവും നിർണായകം. അപ്പോൾ നമ്മൾ മൊഴി അത്തരത്തിൽ മൊഴി എടുക്കുമ്പോൾ ഇയാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു മൊഴി എടുക്കുക ആദ്യം. ജനിച്ച അന്ന് മുതൽ പറഞ്ഞ മാതിരിക്ക് അയാളുടെ ബന്ധങ്ങൾ, അയാൾ പോകാൻ എല്ലാ കാര്യങ്ങളും, അയാളുടെ ഭാര്യ, കുട്ടികളുടെ അവരുടെ ഡീറ്റെയിൽസ്, കല്യാണം കഴിച്ച്, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങി എല്ലാം ഡീറ്റെയിൽഡായിട്ടൊരു മൊഴി എടുക്കും. അതിനുശേഷം ഈ സംഭവം നടന്ന ദിവസം അയാൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന അവിടെ മുതൽ ഓരോ സെക്കൻഡ് എന്ത് ചെയ്തു, ആരെ കണ്ടു, ഇന്നയാളെ കണ്ടോ, എവിടേക്ക് പോയി, അവിടെ ആരെ കണ്ടു, എന്ത് ചെയ്തു, ചായ കുടിച്ചോ, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഇന്ന ദിവസം അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു, അവിടെ നിന്നിട്ട് ആരെ കണ്ട്, ഇന്നയാളെ കണ്ടു. അപ്പോൾ അയാളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കും. ആ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ നോക്കും. അയാൾ അവിടെ പോയി എന്ന് പറഞ്ഞു, അവിടെ പോയിരുന്നോ, ഇന്നയാളെ കണ്ടു എന്ന് പറഞ്ഞു, അയാളെ കണ്ടിരുന്നു. ആണ് മൊഴി പരിശോധിക്കുക. 2-ാം മുറ. ആ പറഞ്ഞ മൊഴിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പരിശോധിക്കും. അതിൽ വല്ല കോൺട്രഡിക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് പിന്നെ അത് വെച്ച് വീണ്ടും ചോദിക്കുന്നത്. അത് ക്ലാരിഫിക്കേഷൻ വരുത്തി അത് ഉറപ്പ് വരുത്തുകയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ വരുമ്പോഴാണ് നമ്മളതിൽ കയറി പിടിക്കുന്നത്. പിന്നെയാണ് അന്വേഷണം നടക്കുക. അങ്ങനെയാണ് 1ഉം 2ഉം 3ഉം 1ഉം 2ഉം മുറകളും പിന്നെ ഈ പറയുന്ന ബാക്കി മുറകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ നാട്ടിലെ ഒരുവിധ ആളുകളെയൊക്കെ സംശയത്തിൻ്റെ മുകളിൽ നമ്മൾ ചോദിച്ചു. ദിവസങ്ങളങ്ങനെ കുറഞ്ഞു പോയി. നമുക്ക് യാതൊരു ഇതും കിട്ടുന്നില്ല. അപ്പോൾ ചില ആളുകൾ അതിൽ അമ്മ, ഈ കൊല്ലപ്പെട്ട എന്താ പറയുക, ഗിരിജയുടെ ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു ഇതിൻ്റെ മകൻ തന്നെയാണ് കൊന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? അവർക്ക് ഒരു ഇതിൻ്റെ മുകളിൽ പറയുന്നതാണ്. സംശയത്തിൻ്റെ അല്ല. അവർ അങ്ങനെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആളുകളാണ്. അവർ ബേജാറ് കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അന്ന് വഴക്കുണ്ടായി, ഇവർ തമ്മിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഒരു വെട്ടുകത്തി എടുത്ത് കാണിച്ചു തന്നു. എന്നിട്ട് അതിൽ ബ്ലഡിൻ്റെ അംശം എന്ന് പറഞ്ഞിട്ടുള്ള കറകളൊക്കെ കാണിച്ചു തന്നു. എന്ന് നോക്കിയപ്പോൾ അത് ഈ കരിയില്ല, ഞങ്ങൾ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഇള്ളട്ടക്കരി എന്നൊക്കെ പറയും. അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഭാഗത്ത് വയ്ക്കുന്ന, അതിൽ വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന കരി. അതൊക്കെ നമ്മൾ അപ്പോൾ പരിശോധനയ്ക്ക് അയച്ച് അത് സ്വാബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കെമിക്കലൊക്കെ കഴിക്കാണ്ട്, അത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ചെയ്യുന്ന. അപ്പോൾ നമുക്കതിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അറിയാം, ഹ്യൂമൻ ബ്ലഡ് ആണെങ്കിൽ അറിയാം, ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അറിയാം. അങ്ങനെയൊക്കെ പരിശോധിച്ചാൽ അതൊന്നും അല്ല എന്ന് മനസ്സിലായി. ഈ ചില ആളുകൾ കുറ്റം സമ്മതിച്ച ആൾ അന്നൊക്കെ കസ്റ്റഡിയിലിരിക്കും. പോലെ നല്ല അന്നൊക്കെ കസ്റ്റഡിയിൽ വെക്കാറുണ്ട്. അപ്പോൾ കുറ്റം സമ്മതിച്ചു, ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനും ബോധ്യപ്പെടണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അയാളുടെ ആയിരുന്നു ആ മൊബൈൽ ഫോണൊക്കെ. ഈ സ്ത്രീ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അയാളുടെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾ അവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അയാൾ സ്വാഭാവികമായിട്ട് കുറ്റം. അല്ലെങ്കിൽ വേറെ പറഞ്ഞമാതിരിക്ക് ഇതേമാതിരിക്ക് 3-ാം മുറ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. ജനങ്ങളൊക്കെ അവരെ പേടിപ്പെടുത്തിയതുകൊണ്ട് നിന്നെ പിടിക്കുമ്പോൾ അങ്ങനെയേക്കും ഇങ്ങനെയേക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചോദ്യം ചെയ്ത് 2-3 ദിവസം വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ കുറ്റം സമ്മതിച്ച പോലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ കുറ്റം, നമുക്കൊരാൾ കുറ്റം സമ്മതിച്ചുകൊണ്ട് കാര്യമില്ല, ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് പോകുന്നില്ല. എന്തായാലും കുറേ ദിവസങ്ങൾ അന്വേഷിച്ചു, യാതൊരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ഭാഗത്തുള്ള കൃഷിക്കാരും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ അപ്പുറത്ത് വാഴ
കൃഷി ചെയ്തിരുന്ന ഒരാൾ ആ സമയത്ത് അതിൽ പോയതായിട്ട് ചായക്കടകളിലൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരാളായി അതിലാണെങ്കിലും മറ്റേ ആൾ ചായ പിടിക്കാൻ വേണ്ടി വന്നത് എന്നൊരു ന്യൂസ് നമുക്ക് കേട്ടു. അയാൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരാളെ നമ്മുടെ സാക്ഷി പട്ടികയിലില്ല. ആൾ കുറേ വേറൊരു ഭാഗത്തുള്ള ആൾ കൃഷി സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അയാളെ അന്വേഷിച്ച് നമ്മൾ പോയി, അയാളെ കണ്ടെത്തി, വിളിച്ചു ചോദിച്ചു, ഞാൻ അതിൽ പോയിരുന്നു സാർ, ഞാനൊന്നും കണ്ടിട്ടില്ല. ആ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും പോലീസിൻ്റെ മുമ്പിലാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞോളെന്ന് വരുന്നില്ല. അപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ, മുഖത്ത് കാണുന്ന ഒരു മാറ്റങ്ങളും ബോഡി ലാംഗ്വേജൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സംശയിച്ചു, പറഞ്ഞത് ശരിയല്ലല്ലോ. ആ ഒരു സംസാരം കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ സാധാരണ അതെങ്ങനെയാണ് അങ്ങനെ? അതൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നതല്ലേ. അല്ല, സാധാരണ ഒരാൾ കള്ളം പറയുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ബോഡി ലാംഗ്വേജിലും മനസ്സിലാവും അത്. അവൻ്റെ മുഖഭാവത്തിലും സംസാരത്തിലും അതങ്ങനെ പറയാൻ പറ്റില്ല ഒരാൾക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടില്ല. അതിലൊരു ഒരു തപ്പലുണ്ടാവും. അപ്പം നമ്മളത് കൂടുതൽ ഡീപ്പായി ചോദിക്കും. അപ്പം സാധാരണക്കാരനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അല്ല, പേടിച്ചാലും ഉണ്ടാവുമല്ലോ. സാധാരണ ഇപ്പം പോലീസിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യുമ്പോൾ, ഒരു കൊലക്കേസിൻ്റെമായി ബന്ധപ്പെട്ട് ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് വിവരം അറിയാവുന്ന ആളുകൾ സപ്രസ് ചെയ്യുകയാണ്, മറച്ചു വയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാരന് ഒരു പരിധി വരെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3-ാം മുറി 4-ാം മുറി ഒന്നും വേണ്ട. നമുക്ക് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞൊരു അതും പറഞ്ഞ മാതിരി ഒരു കല പോലെയാണ് ഇൻട്രോഗേഷൻ. അതിന് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. അതാണ് എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അയാളുടെ ആ ബോഡി ലാംഗ്വേജിലും മുഖത്തിൻ്റെ ഇതിലും എക്സ്പ്രഷനിലൊക്കെ എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സാറേ ഞാൻ പറയാം, പക്ഷേ എനിക്ക് അറിയില്ല സാറേ. ഞാൻ വരുമ്പോൾ ആ കുട്ടി ആ കുളത്തിൽ കുളത്തിൻ്റെ വക്കിൽ നിന്ന് കരഞ്ഞിരുന്നു. കരച്ചിൽ കേട്ട് ഞാൻ നോക്കിയപ്പോൾ ആ കുളം നിറയും ബ്ലഡായിരുന്നു, ചുവന്ന കളറിലായിരുന്നു. ഈ സ്ത്രീ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല സാർ. ഞാൻ വരുമ്പോൾ കുളത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു ചുവന്ന സാരി ഇട്ടിട്ടുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ആരാണ് ആ സ്ത്രീ? ഞാൻ അവിടെ കണ്ടിട്ടൊന്നുമില്ല ആ സ്ത്രീയെ. ആ സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ ആ സ്ത്രീയെ കവർ ചെയ്തിട്ട് തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്ന് കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുളത്തിൽ ഞാനിങ്ങനെ ഈ കുട്ടി കരയുന്നത് കണ്ട്. ഞാൻ ആ പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ ചായ പിടിക്കാൻ വന്ന് ചായ പിടിച്ചിട്ട് പോയി. ഇതാണ് സംഭവം. അപ്പോൾ സ്ത്രീ പോകുന്നത് കണ്ടു. ആക്ച്വലി ഇയാൾക്ക് ഈ സ്ത്രീയെ കണ്ടാൽ അറിയുമെന്ന് ചോദിച്ചു. സ്ത്രീയെ കണ്ടാൽ അറിയുമെന്ന്. സ്ത്രീയെ കണ്ടാൽ അറിയാം. മുമ്പ് ഇവിടെ കണ്ടിട്ടുള്ളതായി തോന്നുന്നില്ല, പക്ഷേ എനിക്ക് കണ്ടാലറിയാം, സ്ത്രീയെ കണ്ടാലറിയാം. അപ്പോൾ നമുക്ക് കുറേ ആളുകളുണ്ട്, നമ്മൾ ചോദ്യം ചെയ്ത കുറേ ആളുകളുണ്ട്. ഈ സ്ത്രീയുമായിട്ട്, കൊല്ലപ്പെട്ട സ്ത്രീയുമായി ബന്ധമുള്ള കുറേ കോളനിയിലും പരിസരത്തെ ആളുകളുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ മായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടും ഒരു ആളിലൊരു ചെറിയ ഇവർ പറഞ്ഞ ബോഡി ലാംഗ്വേജിലും ഒരു കാര്യങ്ങളും പറഞ്ഞ ആ സ്ത്രീയുടെ ഒരു ഏകദേശ ധാരണ ഒരു ഇത് വന്നു. എന്നാൽ അവരെ കാണാൻ വേണ്ടി പോകാമെന്നിട്ട് ഈ ആളെയും കൂട്ടിയിട്ട് അന്ന് വൈകുന്നേരം രാത്രിയായി. അപ്പോഴേക്കൊരു എല്ലാവരും സ്റ്റേഷനിൽ പോയി, ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും പോയി. ഞാൻ ഇവരുമായിട്ട് അങ്ങോട്ട് പോയി. ഇയാളെയും കിട്ടി, ഞാനും കയറി, പോലീസുകാരെ കൂട്ടി 2 പോലീസുകാരും കൂട്ടിയിട്ട്. അപ്പോൾ ഈ സംഭവ സ്ഥലത്തു നിന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ്, 6-7 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു, ഈ പറഞ്ഞ സംശയിക്കുന്ന ആളുടെ സ്ത്രീയുടെ വീട്. ആ സ്ത്രീയുടെ ഭർത്താവിനെ നമ്മൾ പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഒരു സുധാകരൻ ദിവാകരൻ എന്നാണ് അയാളുടെ പേര്. നേരെ അവിടെ ചെന്നു, ഇയാളുടെ വീട്ടിൽ വന്ന് രാത്രി. അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ കണ്ടു, ഈ സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടു. പക്ഷേ ആ സ്ത്രീയെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഭർത്താവിനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം സംസാരിച്ചു. നീ എന്താ വരാണ്ടിരുന്നത്, നീ ഒന്ന് വരണം എന്ന കാര്യങ്ങൾ കുറച്ച് ചോദിക്കാണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ലൈറ്റ് ഇങ്ങനെ അടിച്ചു, മൊബൈലിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിച്ചു അവൻ്റെ മുഖത്തേക്ക്. അപ്പോൾ എൻ്റെ ഒപ്പം ഇയാളുണ്ട്, ഈ സാക്ഷിയുണ്ട്. ആ അടിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീയെ നോക്കുന്നു, വേറെ അവനെ കെയർ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർത്തമാനം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിളിച്ചിട്ട് പോകുന്നത് എന്താ, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഉപദ്രവിക്കാനാണോ, അങ്ങനെ ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോരെ, നീ അവരുടെ ഭർത്താവിൻ്റെ കൂടെ പോരെ, കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾ പേടി, നിങ്ങൾ പെട്ടെന്ന് വിടാം, നീ പോരെ, ഒപ്പം പോരെ, ശരി ഞാനും വരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരെ വിളിക്കാനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പോകുന്നത്, വിളിക്കാനല്ല, നീയും പോരെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു പുറത്തിറങ്ങി വണ്ടി കയറുമ്പോൾ ചോദിച്ചു, ഈ സാക്ഷിയോട് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, സാറേ ആ സ്ത്രീയാണ് ആ സമയത്ത് അതിൽ പോയിക്കൊണ്ടിരുന്നതെന്ന് എന്ന് പറഞ്ഞു.
പിറ്റേന്ന് ഇപ്പോൾ ഞാൻ പോരും ചെയ്തു. നമുക്ക് ബോധ്യമായി അവരാണെന്ന് മനസ്സിലായി. പക്ഷെ അവരെ വിളിപ്പിച്ചിട്ടില്ല. അന്ന് അവിടെ ഇട്ടുകൊണ്ട് പോന്നു, ഞാൻ പോന്നു രാത്രി. പക്ഷെ അന്ന് എനിക്ക് ശരിക്കും ഉറക്കം വന്നിട്ടില്ല എന്നുള്ള. അവരെന്തെങ്കിലും ചെയ്യുമോ, നമ്മളവർ ചോദ്യം ചെയ്തിട്ട് വിട്ടിട്ട് നിങ്ങൾ പോരല്ലേ. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുകയെന്ന് അറിയാൻ പറ്റില്ല. അവർക്ക് നമ്മളെ എത്തി അല്ലെങ്കിൽ അവരെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, സ്ത്രീകളല്ലേ പ്രത്യേകിച്ച്. ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേന്ന് കാലത്ത് വരാൻ പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് നേരെ CA വടക്കാനേരി CA എത്തുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ട്, സിറ്റ് ഔട്ടിൽ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സമാധാനം വന്നത്. അല്ലേ തലേ ദിവസം രാത്രി എന്തെങ്കിലും ചെയ്താൽ ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വന്ന് വനിതാ പോലീസിനെയൊക്കെ വിളിച്ച് നമ്മുടെ ഫയലൊക്കെ എഴുതുന്ന ഫയൽ എഴുതാനുള്ള ആനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ച് ഇൻ്റർഗേഷൻ റൂമിലേക്ക് കടന്നു. ഈ സ്ത്രീയും വിളിച്ചു. ഭർത്താവിനെ വിളിച്ചില്ല, സ്ത്രീയെ വിളിച്ചു. അകത്ത് കടന്നു. അപ്പോൾ അവരൊന്നും ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം കാര്യങ്ങളൊക്കെ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നുകൊണ്ട് ഇൻട്രോഗേഷൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആദ്യമൊന്നും മിണ്ടിയില്ല. എന്ത് സാറേ, ഏത് സാറേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടിരിക്കും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം, എന്താണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറയാം സാറേ എല്ലാം. സാറ് ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും സാറിൻ്റെ ഒരു കണ്ണ് എൻ്റെ മുഖത്തേക്കായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, എന്നെയാണ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പറയല്ല, ഞാൻ ഇന്നലെ തന്നെ മരിക്കണമെന്ന് കരുതിയതാ, പിന്നെ വേണ്ട വെച്ചതാ. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം എന്നാണ് അവർ പറഞ്ഞു തുടങ്ങുന്നതാണ്. ഈ കൊല്ലപ്പെട്ട ഗിരിജയുമായിട്ട് ഇവരുടെ ഭർത്താവിന് ബന്ധമുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം ചോദ്യം ചെയ്തതാണ്. വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഗിരിജയുമായിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവിന്, പ്രതിയായിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവിന് ബന്ധമുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം ഇവർ ചോദ്യം ചെയ്യട്ടെ. ഈ സ്ത്രീയുടെ വീട്, മറ്റേ ഗിരിജയുടെ വീട്, കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിൻ്റെ അടുത്താണ് ഇവരുടെ ഭർത്താവിൻ്റെ വീട്. ഇവർ താമസിക്കുന്നത് ഇപ്പോൾ അവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടുള്ള വേറെ സ്ഥലത്താണ്. അപ്പോൾ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അത് ചോദ്യം ചെയ്തതാണ്. പലപ്പോഴും സംസാരം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ദിവസം ഇത് ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ വന്നതാണ്. ഈ പ്രതി വന്ന ബിന്ദു വീട്ടിൽ നിന്ന്, ആ ഭർത്താവ് മരം വെട്ടുന്ന വലിയ ഇതുണ്ടല്ലോ, വെട്ട് കത്തി, അതെടുത്ത് കവറിലാക്കിയിട്ട് അതുകൊണ്ട് വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വന്നു. വരുമ്പോൾ ആശുപത്രിയിലൊക്കെ പോയിട്ടാണ് വന്ന് OP ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരു എവിഡൻസ് ആശുപത്രിക്ക്. എന്നിട്ട് നേരെ വന്ന് ഈ സംഭവം വീടിൻ്റെ കോളനിയുടെ വീടിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ അപ്പുറത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഓട്ടോറിക്ഷക്കാരോട് പൊക്കോളം പറഞ്ഞ് ഞാൻ വിളിക്കുന്നിടത്തേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന റേഷൻ കാർഡ് കാര്യങ്ങൾ ശരിയാക്കാനാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും പോന്നിരിക്കുന്നു. റേഷൻ കാർഡ് എടുക്കാനാണ് കോട്ടക്കുന്ന് കോളനിയിൽ അമ്മയുടെ അവിടുന്ന് റേഷൻ കാർഡ് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിരിക്കുന്നു. നേരെ വന്നു ഇവരുടെ വീട്ടിലേക്ക് കോളനിക്കാണ്ട് കയറണം. ഈ കനാൽ റോട്ടിൽ നിന്ന് മേലേക്ക് കയറണം. അവിടേക്ക് എത്തുന്നതിന് മുന്നേ ഈ കുളത്തിൽ ഇവിടെ കുളിക്കുന്നു കാണും, ഗിരിജ കുളിക്കുന്നു കാണുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി ചെന്നു, നീ എന്തിനാ എൻ്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചിരിക്കുന്നു, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിനക്ക് കഴിവില്ലാത്തതിൻ്റെ പേരിലല്ലേ ഭർത്താവ് നിൻ്റെ അടുത്തേക്ക് വരുന്നു. അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അവൾ പറയാണ്. അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ വെട്ടുകത്തി എടുത്തിട്ട് കണ്ണടച്ചിട്ട് അങ്ങ് വെട്ടി സാറേ, തലങ്ങും വിലങ്ങും വെട്ടി സാറേ. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. അത് വെട്ടിയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് പോന്നു. നേരെ വന്നിട്ട് ഈ വെട്ടുകത്തി അവിടെ ഒരു പറമ്പിലേക്ക് എറിഞ്ഞു. പറഞ്ഞിട്ട് ഇറങ്ങി ആ പാടം കയറി അങ്ങനെ മലയ്ക്ക് കയറിയിട്ട് ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. ആ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ആശുപത്രിയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോയി. അതാണ് സംഭവം. പിന്നീട് ഈ കേസൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വീട്ടിലേക്ക് പോയിരുന്നു എന്ന് പറയരുത് എന്ന് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരൻ്റെ വീട്ടിൽ പോയിട്ടും പറഞ്ഞു പിന്നീട്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഉണ്ടായിരുന്നില്ല, ഭാര്യയോട് പറഞ്ഞേൽപ്പിച്ചു പോകും ഇതൊന്നും. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇത് ഓട്ടോ സ്റ്റാൻഡിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അതിനിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമോ, അതിന് പറയേണ്ട, പോലീസ് അന്വേഷിക്കുകയുള്ളൂ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം മരണമൊക്കെ പുറത്ത് ജനങ്ങളൊക്കെ അറിഞ്ഞിട്ട് വലിയ വിവാദമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അതൊക്കെ പ്രതിയെ പിടിച്ചറാ, നീ ഇപ്പോൾ അതൊന്നും പറയാൻ പോകണ്ട, അവളൊക്കെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്ക് അന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമ്മുടെ ചെവിയിൽ പോലീസിൻ്റെ ഭാഗത്ത് എത്തുന്നില്ല, അതവിടെ അവസാനിച്ചു. പിന്നീട് നമ്മൾ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ആ എവിഡൻസുകളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഈ കാര്യം അങ്ങനെയാണ് ഉണ്ടായത് സാർ. ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. അതാണ് കേസ്. ആ കേസ് ഇപ്പോൾ 2014 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഞാൻ റിട്ടയർഡൊക്കെ അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു 5-6 മാസം മുമ്പാണ് തോന്നുന്നു എന്നേക്ക് വിളിച്ചിട്ട് കോടതിക്ക് വിളിക്കുമല്ലോ. എല്ലാ കേസുകളും ട്രയലിൽ വരുമ്പോൾ നമ്മൾ പോകണ്ടേ. അപ്പോൾ അത്രയും കൊല്ലങ്ങൾക്ക് ശേഷം 10-12 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ സെഷൻസ് കോടതിയിൽ ആ കേസിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോകുമ്പോൾ ഈ പറഞ്ഞ പ്രതി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഞാൻ അന്ന് പിടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഒരു മാക്സിയിലായിട്ടായിരുന്നു. പിന്നെ ഞാനിരിക്കുമ്പോൾ അവിടെ ബെഞ്ചിലിരിക്കുന്നു, ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടൊരു പെൺകുട്ടി ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ വേഗം എണീറ്റ് വന്നു, സാറിന്ന് വിളിച്ചു. അപ്പോൾ അവരുടെ കേസ് പറയാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഗിരിജയല്ലേ ബിന്ദുവില്ല. സാർ ഞാൻ സാറൊക്കെ ഇപ്പോൾ എന്നെ ജയിലിലേക്കാക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഞാൻ സത്യം പറയാനല്ലേ വരുന്ന കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ കുറച്ച് കുറച്ചേരം സംസാരിച്ചപ്പോൾ സ്ത്രീ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കോടതി വരാന്തയിൽ വെച്ചിട്ട് കരയൊന്നും വേണ്ട, ഞാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ ഭാഗം മാത്രമേ പറഞ്ഞു പോകുള്ളൂ, ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് മാത്രമേ പറയുള്ളൂ, നിങ്ങൾ കരയൊന്നും വേണ്ട, പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലേ സാറേ, അങ്ങനെയാണ് എൻ്റെ മക്കളൊക്കെ വലുതായി, അങ്ങനെ ജോലിക്ക് പഠിക്കാൻ പോവാണ്, കുറേ കാര്യങ്ങൾ അവരുടെ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം എന്തായാലും ഞാൻ ജയിലിൽ പോകാൻ പോവില്ലേ എന്നൊക്കെയുള്ള അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗവും പറഞ്ഞ് കോടതിയിൽ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ആ കോടതിയുടെ വിധി എന്താ വന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ആ കേസ് അങ്ങനെ. ഈ കൊലപാതക കേസിൽ അവർ അറസ്റ്റിലായി കഴിഞ്ഞു ഒന്ന് ജയിലിൽ പോയില്ലേ? അത് പോകും, റിമാൻഡ് ചെയ്യുമല്ലോ. അത് ഒരു 3 മാസം സ്വാഭാവികമായിട്ട് 3 മാസം മാക്സിമം 3 മാസം ചാർജൊന്നും കൊടുത്തില്ലെങ്കിൽ കിടക്കും. അത് കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം കിട്ടും. അതിന് മുമ്പേയും ജാമ്യം കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ ചില കേസുകളിലൊക്കെ മുൻപേ ജാമ്യം കൊടുക്കും. കോടതികളുടെ 3 മാസം പിന്നെ പുറത്താ 2014 കഴിഞ്ഞ് 3 മാസം കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചാർജൊന്നും കൊടുത്തില്ലെങ്കിൽ കോടതി സ്വാഭാവിക ജാമ്യം കൊടുക്കും. അത് എല്ലാ കേസിനും അങ്ങനെ തന്നെ. പിന്നെ അത് ട്രയലിൽ വരണമെങ്കിൽ ഇത്രയും കാലതാമസം വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2014 ആ കേസ് ഇപ്പോൾ 2024 ശേഷം 25-26 ഇപ്പോൾ ട്രയൽ തുടങ്ങിയിരിക്കുന്നത്. മൊത്തം പരിപാടി അത് നമ്മുടെ അങ്ങനെയാണ്. അത്രയും കേസിൻ്റെ ബാഹുല്യം, അത് അത്രയും കേസുകളുള്ളതിൻ്റെ പേരിലാണ് കോടതിക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറം കേസുകൾ. ഒരുപാട് സെഷൻസ് കോടതികളുണ്ടല്ലോ നമുക്ക്. ഒരു ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ സെഷൻസ് കോടതികളുണ്ടാവും. പക്ഷേ കേസുകൾ അത്രയുണ്ട്, സെഷൻസ് കേസുകൾ. ഒരു കേസിന് ഒരുപാട് സമയം പിടിക്കുമല്ലോ അതിൻ്റെ മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയാണ് അത് നീണ്ടുപോകുന്നത്. ചില കേസുകളിലൊക്കെ സാക്ഷികളൊക്കെ മരിച്ചു പോകും, ചില കേസുകളിൽ സാക്ഷികൾ മറന്നു പോകും. പിന്നെ കേസിൻ്റെ ഗ്രാവിറ്റിയൊക്കെ നഷ്ടപ്പെടും, എല്ലാവരും അങ്ങനെ മറന്നുപോയി വേറെ ജീവിതം നയിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമ്മളൊക്കെ റിട്ടയർഡായി ഇങ്ങനെ വരേണ്ടുമ്പോൾ നമ്മൾ പോയി പറയുന്നത് പിന്നെ നമ്മുടെ ഭാഗങ്ങൾ അങ്ങനെ ഓരോ സാക്ഷികളും എന്നും പറയണം. ആ കേസിൻ്റെ അന്തിമ വിധി എന്തായി എന്നുള്ളത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു കേസ് വിധി വന്നതായിട്ട് അറിവില്ല, ഞാൻ വായിച്ചില്ല. അതാണ് മറ്റേ കുളക്കടവിലെ കേസ്. ഒരു വല്ലാത്ത കേസായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കൊല്ലുന്നതാണ്. നമ്മൾ സ്ത്രീയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സാധാരണഗതിയിൽ ഇത്രയും ഷാർപ്പ് വെപ്പൺ വെച്ച് വെട്ടിയിട്ടില്ല. അവർ മരം വെട്ടുന്ന കത്തി കൊണ്ടൊക്കെ വെട്ടിയിരിക്കുന്നത്, അല്ല വെട്ട് കത്തിയില്ല. അതാണ് അത്രയും ഷാർപ്പ് വന്നത്.